ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ UAE-ക്കെതിരെ ഭാരതത്തിന് 9 വിക്കറ്റിന്റെ റെക്കോർഡ് ജയം. UAE ഉയർത്തിയ 58 റൺസിന്റെ വിജയലക്ഷ്യം കേവലം 4.3 ഓവറിൽ ഭാരതം മറികടക്കുകയായിരുന്നു. ഗ്രൂപ്പ് എയിലെ രണ്ടാം മത്സരത്തിലാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടിയത്. 93 പന്തുകൾ അവശേഷിക്കെയാണ് ഭാരതത്തിന്റെ വിജയം ഉണ്ടാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നിന്നും ഷിൻസ് സെബാസ്റ്റ്യൻ ചേർന്നുണ്ട്. ഷിൻസ്, ആവേശകരമായ മത്സരം, ഇന്ത്യക്ക് വിജയത്തുടക്കം. എന്താണ് ആ ഒരു ആവേശകരമായ മത്സരത്തിന്റെ ബാക്കി? വിഷ്ണു, ഏഷ്യ കപ്പിലെ ഇന്ത്യയുടെ ആദ്യ മത്സരത്തിൽ മിന്നും വിജയത്തോടെ തുടക്കമിട്ടിരിക്കുകയാണ്. UAE-ക്കെതിരെ 9 വിക്കറ്റിന്റെ അനായാസ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത UAE 57 റൺസിന് ഇന്ത്യ എറിഞ്ഞിട്ടു. അത് വെറും 4.3 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ വിജയത്തിലെത്തുകയായിരുന്നു. നേരത്തെ ടോസ് നേടിയ ഇന്ത്യ UAE ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. അതിന് 57 റൺസിന് ഓൾ ഔട്ടാക്കി. ഇന്ത്യക്ക് വേണ്ടി കുൽദീപ് യാദവ് 4 വിക്കറ്റും ശിവൻ ദുബൈ 3 വിക്കറ്റും നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ അനായാസം വിജയതീരം തേടുകയായിരുന്നു. 17 പന്തിൽ 3 ബൗണ്ടറി 1 സിക്സും 16 പന്തിൽ 3 സിക്സും 2 ബൗണ്ടറി സഹിതം 30 റൺസ് എടുത്ത അഭിഷേക് ശർമ്മയാണ് ഇന്ത്യൻ നിരയിൽ തിളങ്ങിയത്. അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും സൂര്യകുമാർ യാദവും പുറത്താകാതെ നിന്നു. 27 ബോളിലാണ് ഇന്ത്യക്ക് വിജയം നേടാൻ സാധിച്ചത്. ആദ്യ മത്സരം തന്നെ മികച്ച വിജയം നേടി UAE തോൽപ്പിച്ചത്. UAE അത്ര ശക്തമായ ഒരു ടീം അല്ലെങ്കിൽ കൂടി അവർക്കെതിരെ മികച്ച വിജയം നേടി. 14-ാം തീയതി പാകിസ്ഥാനെതിരെ നടക്കുന്ന പ്രധാനപ്പെട്ട മത്സരത്തിലേക്കുള്ള ഒരു പോരാട്ടത്തിലേക്കുള്ള ഒരു ഫസ്റ്റ് ചുവടുവയ്പായി തന്നെ കരുതാം. മികച്ച ഇന്ത്യൻ ടീമിലെ ബാറ്റിംഗിന് ഇറങ്ങിയതാണെങ്കിലും ബോളിംഗിലാണെങ്കിൽ എല്ലാവരും തന്നെ മികച്ച പ്രകടനം നടത്തി. UAE നിരയിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്തത് മലയാളി താരമായിരുന്ന കണ്ണൂർ സ്വദേശിയായിരുന്ന അലിഷാനാണ് ഏറ്റവും കൂടുതൽ റൺസ് UAE നിലയിൽ നേടിയത്. അലിഷാൻ ഷറഫിന്റെ ബാറ്റിംഗ് ആണ് UAEക്ക് കരുത്തേകിയത്. 17 പന്തിൽ 3 ബൗണ്ടറിയും 1 സിക്സ് സഹിതം 22 റൺസാണ് അലിഷാൻ നേടിയത്. അലിഷാനാണ് ടോപ്പ് സ്കോറർ. ഇന്ത്യൻ ബൗളിംഗ് നിരയോട് ഒന്ന് പിടിച്ചു നിന്നത് അലിഷാൻ മാത്രമാണ്. ബാക്കി പകുതിയോളം റൺസ് അലിഷാൻ തന്നെ സ്വന്തമാക്കി. ബാക്കിയുള്ളവർക്കൊന്നും കാര്യമായ രീതിയിൽ കളിക്കാൻ സാധിച്ചില്ല. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ അനായാസം വിജയതീരം നേടി. ഇനി 14-ാം തീയതി നടക്കുന്ന ലോകം ഉറ്റുനോക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരമാണ്. അതും ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് നടക്കുക. ആ മത്സരത്തിലേക്കുള്ള ഒരു ചുവടുവയ്പായി ഈ വിജയം കരുതാം. അപ്പൊ അതിൽ മികച്ച വിജയം നേടാൻ തന്നെയായിരിക്കും ഇന്ത്യയുടെ ശ്രമം. ഇന്ത്യൻ നിരയിൽ സഞ്ജു സാംസൺ ഇന്ന് കളിച്ചിരുന്നെങ്കിലും ബാറ്റിങ്ങിന് ഇറങ്ങേണ്ടി വന്നില്ല. അതിനു മുൻപ് തന്നെ 1 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഇന്ത്യ വിജയം നേടുകയായിരുന്നു. വിഷ്ണു, ഷിൻസ് സൂചിപ്പിച്ചതുപോലെ വിജയ തുടക്കവുമായി ഭാരതം മുന്നേറുകയാണ്. ഷിൻസാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.